നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സ്ട്രാറ്റജി മാജിക് കോമ്പൗണ്ടിങ്. ബാക്കി നമുക്കിവിടെ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാം. സോ നമ്മൾ ഇന്നൊരു പുതിയൊരു സ്ട്രാറ്റജിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ഇതൊരു ഹെവി റിസ്ക് ആയിട്ടുള്ള സ്ട്രാറ്റജിയാണ്. അതുപോലെ തന്നെ ഹെവി റിസ്ക് ആണ്, ഹെവി റിവാർഡും അതുപോലെയാണ്. എല്ലാ ആൾക്കാർക്കും ചെയ്തെടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല. ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. ഇതൊരു എന്താ പറയുന്നത്, നമുക്ക് ഒട്ടും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ബട്ട് കോൺസ്റ്റന്റ് ആയിട്ട് ചെയ്ത് നിങ്ങൾക്ക് ഇത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റിക്കഴിഞ്ഞാൽ നല്ലൊരു സിസ്റ്റമായിട്ട് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, സോ നമ്മളിവിടെ ട്രൈ ചെയ്യുന്നത് ഒരു 55,000 എമൗണ്ട് ഇട്ടിട്ട് നമ്മൾ എങ്ങനെയാണ് അതിനെ ഒരു 20,80,000 ആക്കുന്നത്. ഈ 55 എന്ന് നിങ്ങൾക്ക് അറിയാം, ഓൾറെഡി ഞാനൊരു 77,000 അടുപ്പിച്ച് പ്രോഫിറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഞാൻ ജസ്റ്റ് ഈ 55,000 എനിക്ക് നെഗ്ലക്ട് ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് ആയതുകൊണ്ടാണ് ഞാൻ ഇതിട്ട് എടുക്കുന്നത്. എല്ലാ ആൾക്കാർക്കും അതുപോലെ ചെയ്യാൻ പറ്റണമെന്നില്ല. ഒരിക്കലും കയ്യിലുള്ള പൈസ കൊണ്ട് ഇട്ട് കളയാതിരിക്കുക. സോ ഇതെനിക്ക് ഇവിടെ സേഫ് ആണ്, എനിക്ക് പ്രോഫിറ്റ് ചെയ്യുന്ന ഞാൻ എടുത്തിടുന്നത്. അതുകൊണ്ട് എനിക്ക് അതിൽ സൈക്കോളജിക്കൽ വേറെ പ്രശ്നമൊന്നുമില്ല. ഐ എം റെഡി ടു ലൂസ് ഇറ്റ്. അതുപോലെ തന്നെ എൻ്റെ റിവാർഡ് എന്താണ്, ഹെവി ആയിട്ടുള്ള റിവാർഡാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സോ ഇത് ഞാൻ എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്, ഇത് ട്രൈ ചെയ്യുവാണ്. ഒരു ജസ്റ്റ് ട്രയൽ ആൻഡ് എറർ ആണ്, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നു. സോ ഇത് എന്ത് സിസ്റ്റം വെച്ചിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് നിങ്ങൾക്ക് ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഇത് ഞാൻ ഈ മാസം സ്റ്റാർട്ട് ചെയ്യുന്നത്, മൺഡേ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്, മെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ നമ്മൾ ഫസ്റ്റ് നമ്മൾ ഓരോ മാസവും, അതായത് ഇപ്പം മെയിൽ ഞാൻ എൻ്റെ ക്വാണ്ടിറ്റി ഞാൻ ഇനിഷ്യലി എടുക്കുന്നത് 55,000 ആവുന്ന സമയത്ത് ഞാൻ എടുക്കുന്ന ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 150 ക്വാണ്ടിറ്റിയാണ്. ഞാൻ നിഫ്റ്റിയിലാണ് എടുക്കുന്നത്. ഈ സിസ്റ്റം ചെയ്യുന്നത് നിഫ്റ്റിയിലാണ്, നിഫ്റ്റി 50-യിലാണ് ഞാനിത് ചെയ്യാൻ പോകുന്നത്. നിഫ്റ്റി 50 ഓപ്ഷൻസിലാണ് ചെയ്യാൻ പോകുന്നത്. സോ ഇനിഷ്യലി ഞാൻ എടുക്കുന്നത് 150 ക്വാണ്ടിറ്റിയാണ്. എൻ്റെ റിസ്ക് റിവാർഡ് എന്ന് പറയുന്നത്, ഞാൻ റിസ്ക് എടുക്കാൻ തയ്യാറായിട്ടുള്ളത് ഞാൻ 4 പോയിന്റ്സ് ആണ്. ഇത് ഞാൻ ഒരു കാര്യമുണ്ട്, ഇനിഷ്യലി നിങ്ങൾ ഇത് ഒരിക്കലും പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്നുള്ള രീതിയിലാണ് ചെയ്ത് പോകുന്നെങ്കിൽ ഇത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾക്ക് സൈക്കോളജി മാനേജ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും ലോസ് വരുന്ന അനുസരിച്ച്. സോ ഇതിൽ ഇത്രയേ ഉള്ളൂ. എൻ്റെ ഞാൻ വെക്കുന്ന സ്റ്റോപ്പ് ലോസ് എൻ്റെ 4 പോയിന്റ്സ് ആണെങ്കിൽ, അത്രയും ചെറിയ സ്റ്റോപ്പ് ലോസ് ഉള്ളിടത്തുനിന്ന് മാത്രമേ ഞാൻ എൻട്രി എടുക്കുന്നുള്ളൂ, അല്ലെങ്കിൽ എൻട്രി എടുക്കുന്നില്ല. ഓക്കെ, ഏറ്റവും ചെറിയ സ്റ്റോപ്പ് ലോസ് ഉള്ളിടത്ത് നിങ്ങൾ എൻട്രി എടുക്കുക. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഫർ ചെയ്യും. ചിലപ്പോൾ സ്റ്റോപ്പ് ലോസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വേരിയേഷൻസ് വരാം. എല്ലാ ആൾക്കാർക്കും ബൈ ബുക്ക് പോലെ ഫോളോ ചെയ്യാൻ പറ്റത്തില്ല. അത് ഓരോ ആൾക്കാർ ചെയ്യുന്നത് നിങ്ങൾ കൺട്രോൾഡ് ആയിട്ട് നിങ്ങളുടെ സിസ്റ്റം ഏതാണ് അതുപോലെ ചെയ്യാം. സോ എനിക്ക് ലോസ് ആവുകയാണെങ്കിൽ ഞാൻ 4 പോയിന്റ്സും ടാർഗറ്റ് ഞാൻ എത്രയാണ് 10 പോയിന്റ്സും ആണ് വെക്കുന്നത്. സോ എൻ്റെ റിസ്ക് റിവാർഡ് റേഷ്യോ എന്ന് പറഞ്ഞാൽ, റിസ്ക് റിവാർഡ് RR എന്ന് പറയുന്നത്, റിസ്ക് റിവാർഡ് റേഷ്യോ എന്ന് പറയുന്നത് എനിക്കിവിടെ 1:1.2 ആണ്. ഞാനിവിടെ 1:1.2 ആണ് ഞാനിവിടെ റിസ്ക് റിവാർഡ് റേഷ്യോ ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, സോ അതൊരു വലിയ റിസ്ക് റിവാർഡ് റേഷ്യോ ആയിട്ടും എനിക്ക് തോന്നുന്നില്ല. 1:1.2 ഞാൻ ഇവിടെ റിസ്ക് റിവാർഡ് റേഷ്യോ ആയിട്ട് എടുക്കുന്നു. എൻ്റെ മീൻസ് എനിക്ക് ലോസ് ആവുകയാണെങ്കിൽ 4 പോയിന്റ്സ് ലോസും, ടാർഗറ്റ് ആവുകയാണെങ്കിൽ ഞാൻ 10 പോയിന്റ്സാണ് വയ്ക്കുന്നത്. ഒരു മന്തിൽ ഒരു 20 ട്രേഡിംഗ്, ടോട്ടൽ 20 ട്രേഡിംഗ് ഡേയ്സ് ആണ്. 20 ട്രേഡിംഗ് ഡേയ്സ് ആണ് ഒരു മാസം ഉള്ളത്. ഓക്കെ, അതിൽ ഞാൻ 50% ആക്യുറസിയാണ് ഞാൻ വെക്കുന്നത്. നമ്പർ ഓഫ് ട്രേഡ്സ് ഞാൻ 40 ട്രേഡ്സ് ആണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, 40 ട്രേഡ്സ് ആണ് ഞാൻ എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ എൻ്റെ റിസ്ക് റിവാർഡ് റേഷ്യോ എന്ന് പറയുന്നത് 1:2 ആണ്. ഞാൻ എടുക്കുന്ന ട്രേഡ് ഞാൻ പറഞ്ഞു, ഇത് ഞാനിപ്പോൾ എടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ഒരു 40 ട്രേഡ്സ് ആണ് ടോട്ടൽ എടുക്കാൻ നോക്കുന്നത്. അതിൽ 20 ട്രേഡ്സ് ലോസും 20 ട്രേഡ്സ് പ്രോഫിറ്റ് ആയെന്ന് വയ്ക്കുക. 20 ട്രേഡ്സ് പ്രോഫിറ്റ് ആയെന്ന് വയ്ക്കുക. എൻ്റെ ലോസ് എത്രയാണ്, എനിക്ക് 80 പോയിന്റ്സ് ആണ് ലോസ്. എൻ്റെ പ്രോഫിറ്റ് എത്രയാണ്, 200 പോയിന്റ്സ് ആണ് പ്രോഫിറ്റ്. ഓക്കെ, സോ ടോട്ടൽ 200 മൈനസ് 80 ഈസ് ഈക്വൽ ടു 120 പോയിന്റ്സ്. അതിൽ ചാർജസ് ബാക്കിയെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഏകദേശം അത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് ഫ്ലക്ച്വേറ്റിംഗ് ആയിരിക്കും. 110 അല്ലെങ്കിൽ 120 ആയിരിക്കാം. സോ നമ്മുടെ ക്വാണ്ടിറ്റി എത്രയാണ്, ക്വാണ്ടിറ്റി 150 ക്വാണ്ടിറ്റിയാണ്. ഏകദേശം ഒരു 150 ഇൻറ്റു 110 നോക്കൂ, ചാർജസ് എല്ലാം പോയിട്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 16,500 ആയി ഒരു മാസത്തെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റി. ഇതിങ്ങനെ പറയാൻ നല്ല എളുപ്പമാണ്, ചെയ്ത് ആ ഒരു രീതിയിൽ എത്തിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ്, ഒട്ടും ഈസി അല്ല, ടൈം എടുക്കും. ആ ഒരു എഫേർട്ട് ഇട്ട് നിങ്ങൾക്ക് ആ ഒരു സ്കിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് സർവൈവ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. ഇനിഷ്യലി ഒരു ബിഗിനർ ആയിട്ടുള്ള ഒരു ട്രേഡറിന് പെട്ടെന്ന് വന്ന് ചെയ്യാൻ പറ്റുന്നതല്ല. കുറച്ച് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളെങ്കിൽ മാത്രം ട്രൈ ചെയ്യാം. അതല്ലെങ്കിൽ ഒട്ടും ഈസി അല്ല. ചെറിയ എമൗണ്ടിൽ ഇത് ക്വാണ്ടിറ്റി കുറച്ച് ഏത് രീതിയിലാണ് മീൻസ് ചെയ്യാൻ ട്രൈ ചെയ്ത് നോക്കുക. സോ നമ്മൾ ഇവിടുത്തെ ടാർഗറ്റ് നമ്മൾ ഇവിടെ വെക്കുന്നത് 100 പോയിന്റ്സേ ഉള്ളൂ. ഞാനിപ്പോൾ ഒരു രീതിയാണ് പറഞ്ഞത്, 40 ട്രേഡ്സിന്റെ ഒരു രീതിയാണ് പറഞ്ഞത്. ഇതുപോലെ തന്നെ നിങ്ങൾ കുറച്ച് നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ട്രേഡാണ്, നല്ല കൺട്രോൾഡ് ആയിട്ടുള്ള ട്രേഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് തന്നെ, ഓപ്ഷൻസിൽ ഒരു ദിവസം മിനിമം ഒരു 50 പോയിന്റ്സിന്റെ വൈൽഡ് മൂവ്മെന്റ് രണ്ട് സൈഡിലും വരാറുണ്ട്. മിനിമം 30 to 50 പോയിന്റ്സിന്റെ വൈൽഡ് മൂവ്മെന്റ് രണ്ട് സൈഡിലോട്ട് ഏതെങ്കിലും കോൾ ഓപ്ഷൻ പുട്ട് ഓപ്ഷൻ ഉറപ്പായിട്ടും വരാറുണ്ട്. നിങ്ങൾ ഒരു എക്സ്പീരിയൻസ്ഡ് ട്രേഡർ ആണെങ്കിൽ ഈ 20 ട്രേഡിംഗ് ഡേയ്സിൽ നിങ്ങൾക്ക് 10 ട്രേഡിംഗ് ഡേയ്സ് മതി. 10 ട്രേഡിംഗ് ഡേയ്സ് നിങ്ങൾക്ക് സക്സസ്ഫുൾ ആയിട്ട് പോകാൻ പറ്റുവാണെങ്കിൽ 100 പോയിന്റ്സ് ചാർജസ് എല്ലാം കൂടെ ഒരു 10 പോയിന്റ്സ് ഒക്കെ, ഒരു 110 പോയിന്റ്സ് നിങ്ങൾ ടാർഗറ്റ് ചെയ്ത് പോയാലും മതി മന്ത്ലി. ആ 110 പോയിന്റ് ടാർഗറ്റ് ആയി നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അത് നിർത്തുക. ആ മാസം പിന്നെ കണ്ടിന്യൂ ചെയ്യല്ല. ഒരു ദിവസം തന്നെ മാക്സിമം പ്രോഫിറ്റ് എടുക്കാനും ശ്രമിക്കില്ല.
ഇത് നമ്മൾ സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് ഒരു സൈക്കോളജി ബിൽഡ് ചെയ്തുകൊണ്ട് വരാനായിട്ടാണ് ശ്രമിക്കുന്നത്. അല്ലാതെ ഒരു ദിവസം കൊണ്ട് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല, 100, 200, 500, 1000 ആക്കാനായിട്ടല്ല. ഇതൊരു സ്ലോ ആയിട്ടുള്ള ഒരു സിസ്റ്റം ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പറയുന്നതാണ്. ഒരു ദിവസം കൊണ്ട് ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ സിസ്റ്റം അവിടെ ഫെയിൽ ആവും. പിന്നെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഡബിളിംഗ് എന്ന് പറഞ്ഞാൽ ഡെയിലി ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അതുപോലെ തന്നെ തിരിച്ച് മാർക്കറ്റ് മീൻസ് ഫണ്ട് പോകാനും ചാൻസ് കൂടുതല. സോ സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് ഈ ഒരു പ്രോസസ്സിൽ നിൽക്കുക. ഒരു മാസം നിങ്ങളുടെ ടാർഗറ്റ് നിങ്ങൾക്ക് 15 മതി. മെയ് മന്തിൽ നിങ്ങൾക്ക് 15,000 രൂപ നിങ്ങൾ ഉണ്ടാക്കിയാൽ മതി. ഇതൊരു ലോങ് ടേം പ്രോസസ് ആയിട്ടാണ് കാണുന്നതെങ്കിൽ. ഓക്കെ, സോ സെയിം ആസ് നമ്മൾ ഇപ്പം മെയിൽ നമ്മൾ 150 ക്വാണ്ടിറ്റിയിൽ ചെയ്തു. അതേ കാര്യം നമ്മൾ ജൂൺ ആവുന്ന സമയത്ത് എന്തായി, നമ്മുടെ ക്യാപിറ്റൽ എത്രയായി? ക്യാപിറ്റൽ 90,000 ആയി. അതായത് 90,000 അല്ല, മെയ് ആയ സമയത്ത് നമുക്ക് 70,000 ആയി. ഓക്കെ, 70,000 ആയി ക്യാപിറ്റൽ. അടുത്ത് ആദ്യം നമ്മൾ 55 ഇട്ടാണ് സ്റ്റാർട്ട് ചെയ്ത്. രണ്ടാമത് നമ്മൾ എന്തായി, ക്യാപിറ്റൽ 70,000 ആയി. 70,000 ആവുന്ന സമയത്ത് നമ്മൾ ആദ്യം എത്രയായിരുന്നു? 150 ക്വാണ്ടിറ്റി ആയിരുന്നു, 50,000 ആയിരുന്ന സമയത്ത് എടുത്തത്. 70,000 ഫണ്ട് ആവുന്ന സമയത്ത്, നമ്മൾ ക്യാപിറ്റൽ ആവുന്ന സമയത്ത് നമ്മൾ അടുത്ത് എന്താണ്, ഇനിഷ്യൽ സ്റ്റേജ് ഹെവി റിസ്ക് ആണ് ഇതിൽ ആദ്യം മുന്നോട്ട് പോകാനായിട്ട്. ആദ്യം ഇപ്പം ഇതിൽ മാർക്ക് ചെയ്യുന്ന വെച്ചിട്ടാണെങ്കിൽ ഏകദേശം 525 ക്വാണ്ടിറ്റി വരും. അതായത് ഡിസംബർ വരെ 1, 2, 3, 4, 5, 6, 7, 8 മന്ത്സ് റിയലി ഹാർഡാണ്. സർവൈവ് ചെയ്ത് പോകാനായിട്ട് ഹാർഡാണ്. ആ 8 മന്ത്സ് നിങ്ങൾ സർവൈവ് ചെയ്താൽ നിങ്ങൾ ഈസി ആയിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാം. ഒരു ഇതും വേണ്ട, നിങ്ങൾ അത് കറക്റ്റ് സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ആ പ്രോസസ് ചെയ്ത് പോകുന്നത്. 8 മന്ത്സ് കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ 100% ഷുവർ ഈ പ്രോസസ് കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, സോ ഈ ഒരു 70,000 ആവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തു? നിഫ്റ്റിയുടെ ക്വാണ്ടിറ്റി 225 ആക്കി. ബട്ട് നമ്മളിവിടെ ക്വാണ്ടിറ്റിയിൽ മാത്രമേ നമ്മളിവിടെ വേരിയേഷൻ വരുത്തുന്നുള്ളൂ. നമ്മുടെ റിസ്ക് റിവാർഡ് റേഷ്യോ ബാക്കി എല്ലാം സെയിം ആണ്. നമ്മൾ റിസ്ക് എടുക്കുന്ന 4ഉം ടാർഗറ്റ് എത്രയാണ്? 10 ആണ്. 1:1.2 റിസ്ക് റിവാർഡ് റേഷ്യോയിൽ തന്നെയാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നത്. ബട്ട് നമ്മൾ ഇവിടെ എടുക്കുന്ന ആദ്യം ഇനിഷ്യലി എടുത്തത് 30% പ്രോഫിറ്റ് ആണെങ്കിൽ അതുപോലെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് കൂടി വരികയാണ്. ഓക്കെ, സോ ഇനിഷ്യലി ഉള്ള നമ്മൾ ആദ്യം എടുക്കുന്ന റിസ്ക് മാക്സിമം ഹൈ റിസ്ക് എടുത്തിട്ടാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. സോ അത് അത്രയും കോൺഷ്യസ് ആയിട്ട് അത്രയും സൂക്ഷിച്ച് തന്നെ ചെയ്യുക. രണ്ടാമത്തിൽ ഈ 1:1.2 ട്രേഡ് ചെയ്ത് നമുക്ക് എന്താ മന്ത്ലി ടാർഗറ്റ് വേണ്ടത്? 20,000 ആണ്. നമ്മൾ മന്ത്ലി ടാർഗറ്റ് ആയിട്ട് ഇവിടെ പ്രതീക്ഷിക്കുന്നത് എത്രയാണ്? 20,000. സോ അതുപോലെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുന്നു? കണ്ടിന്യൂസ് ആയിട്ട് ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തിട്ട് ഇവിടെ 150 ക്വാണ്ടിറ്റി ആയി, 225 ക്വാണ്ടിറ്റി ആഡ് ചെയ്തു, 300 ക്വാണ്ടിറ്റി ആഡ് ചെയ്തു. 300 ക്വാണ്ടിറ്റി ആഡ് ചെയ്തിട്ട് നമുക്ക് എത്രയാണ് വേണ്ടത്? 30,000 ടാർഗറ്റ്. അതും സെയിം ഏകദേശം 100 പോയിന്റ്സ് നമ്മൾ എടുത്താൽ മതി. അതിനുശേഷം നമ്മൾ അതിന്റെ ഒരു വേവ് ലെന്ത് ഗ്രാജുവലി അതേപോലെ തന്നെ, അതായത് ഏകദേശം എന്താണ് ആ റിസ്ക് അതുപോലെ തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. 450 ക്വാണ്ടിറ്റി, 525 ക്വാണ്ടിറ്റി ആവുന്ന സമയത്ത്, അതായത് സെപ്റ്റംബറിൽ നമുക്ക് ക്യാപിറ്റൽ എത്രയായി? സെപ്റ്റംബറിൽ ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി പോവാം. സെപ്റ്റംബറിൽ എന്തായി? നമ്മുടെ ക്യാപിറ്റൽ 2,10,000 ആയി. ഓക്കെ, 2,10,000 ആയെങ്കിലും നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? അടുത്തുള്ള കമ്മിങ് 3 months നമ്മൾ ക്വാണ്ടിറ്റി മാറ്റുന്നില്ല, സെയിം ക്വാണ്ടിറ്റി തന്നെയാണ് ആഡ് ചെയ്ത് ചെയ്യാൻ പോകുന്നത്. കാരണം ഇനിഷ്യലി മാർക്കറ്റ് മീൻസ് നമ്മൾ ഈ ഒരു ഫസ്റ്റ് സ്റ്റേജ്, അതായത് 150 ക്വാണ്ടിറ്റി കംപ്ലീറ്റ് ആയി, 225 ക്വാണ്ടിറ്റി കംപ്ലീറ്റ് ആയി, 300 ക്വാണ്ടിറ്റി കംപ്ലീറ്റ് ആയി, 450 ക്വാണ്ടിറ്റി കംപ്ലീറ്റ് ആയെങ്കിൽ പിന്നെയുള്ള ചാൻസസ് കൂടുതലും നമുക്ക് ലോസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അതായത് അതൊരു സസ്റ്റെയിൻ ചെയ്യാൻ, ആ ഒരു ലെവലിൽ സസ്റ്റെയിൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഓക്കെ, സോ അടുത്ത് എന്ത് ചെയ്യുക? അടുത്ത് നിങ്ങൾ കമ്മിങ് ആയിട്ടുള്ള 3 months നിങ്ങൾ ക്വാണ്ടിറ്റി മാറ്റേണ്ട, ഗ്രാജുവലി ആ ഫണ്ടിനെ ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യാൻ നോക്കുക, ഗ്രാജുവലി കൂട്ടി പോകാൻ നോക്കുക. സോ ഡിസംബർ വരെ എന്താ ചെയ്യുന്നത്? ഡിസംബർ വരെ നമ്മൾ എന്ത് ചെയ്യുന്നു? അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഡിസംബർ വരെ നിന്ന് നമ്മൾ ടാർഗറ്റ് എത്രയാക്കുന്നു? ടാർഗറ്റ് മാക്സിമം നമുക്ക് ഈ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു രീതിയിൽ പോവുകയാണെങ്കിൽ നമുക്ക് ഡിസംബർ ഒക്കെ ആവുന്ന സമയത്ത് സെയിം റിസ്ക് റേഷ്യോ പറഞ്ഞ എല്ലാം സെയിം ആണ്. ആ സമയത്ത് നമ്മുടെ ക്യാപിറ്റൽ 3,60,000 ആവും. സോ ഇതുവരെ ഹാർഡാണ്. സോ നമ്മൾ എന്താ പറയുക? നമ്മൾ ഇനിഷ്യലി എടുത്തത് ഹെവി റിസ്ക് ആണ്. 150 ക്വാണ്ടിറ്റിയിൽ ഹെവി റിസ്ക് എടുത്തു, 225 ക്വാണ്ടിറ്റിയിൽ അതുപോലെ, 300 ആയ സമയത്ത് ഹെവി റിസ്ക് ആയിരുന്നു, 450 ആയിരുന്നപ്പോഴും അതുപോലെ ആയിരുന്നു, 525 ആയപ്പോഴും അത് തന്നെയായിരുന്നു. അതിനുശേഷം നമ്മൾ റിസ്ക് ഗ്രാജുവലി കുറച്ച് വരികയാണ്. ഇവിടെ വരുംതോറും റിസ്ക് കുറച്ച് വരുവാണ്. അപ്പോൾ ഡിസംബർ കഴിഞ്ഞ് ജനുവരി തൊട്ട് എന്താ പറയുന്നത്? നമുക്കൊരു സ്റ്റേബിൾ പ്രോസസ്സായി. ഓക്കെ, നമ്മൾ ഇവിടെ നോക്കുന്ന സമയത്ത് നമ്മളെ ക്വാണ്ടിറ്റി കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്, നമ്മുടെ സൈക്കോളജി വലുതായിട്ട് അഫക്ട് ചെയ്യത്തില്ല. ഒരു 3,60,000 ഫണ്ടിലാണ് നമ്മൾ അടുത്ത് എന്ത് ചെയ്യുന്നത്? 525 ക്വാണ്ടിറ്റി എടുക്കുന്നത്. സോ അവിടെ നിന്ന് നിങ്ങൾ സ്റ്റേബിൾ ആയി തുടങ്ങുകയാണ്. നിങ്ങൾ ഈ ഒരു പ്രോസസ്സ് ഏകദേശം നിങ്ങൾ സക്സസ്ഫുൾ ആയിട്ട് ഒരു എന്താ പറയുന്നത്, ഡിസംബർ വരെ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഒരു 80% അവിടെ എത്തി. നിങ്ങൾ ആ സിസ്റ്റം ബ്രേക്ക് ചെയ്യുന്നില്ല, നന്നായിട്ട് പോകുന്നുണ്ടെങ്കിൽ 80% നിങ്ങൾ സക്സസ്ഫുൾ ആ ഒരു സിസ്റ്റം നിങ്ങൾ കംപ്ലീറ്റ്ലി നിങ്ങളുടെ മൈൻഡിലായി നിങ്ങളൊരു പ്രോസസ്സായിട്ട് ചെയ്തു പോവുകയാണ്. നെക്സ്റ്റ് ജനുവരി തൊട്ട് നമ്മൾ എന്താണ്? നമ്മൾ റിസ്ക് കുറച്ച് തുടങ്ങുകയാണ്. സോ 3,60,000 ഒരു മീൻസ് നമ്മൾ ഇവിടുന്ന് തന്നെ ആദ്യം ഇനിഷ്യലി റിസ്ക് കൂട്ടി ക്യാപിറ്റൽ കൂടുന്തോറും റിസ്ക് കുറയ്ക്കണം. അതല്ലെങ്കിൽ എന്ത് പറ്റും? ഈ 55,000 നിന്ന് 3 lakhs ആയിട്ട് 3 lakh to back to 0 ആവാൻ ഒട്ടും പാടില്ല.
55 to 3 lakhs 3,60,000 ആവാൻ നല്ല എളുപ്പമാണ്. ബട്ട് ചിലപ്പോൾ ആയിരിക്കാം കമ്പയർ ചെയ്യുമ്പോൾ 3,60,000 ടു 0 ആവാനായിട്ട് വളരെ ഈസിയാണ്, ഒരു ദിവസം കൊണ്ട് തന്നെ ആവാം. സോ അവിടെ തൊട്ട് നിങ്ങൾ കുറച്ചുകൂടെ റിസ്ക് കുറച്ചിട്ട് നിങ്ങളുടെ കോമ്പൗണ്ടിങ് എഫക്റ്റ് കൂട്ടാൻ നോക്കാം. സോ നമ്മൾ ഇവിടെ എന്താ ചെയ്തത്, ജനുവരി ആവുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റി 600 ക്വാണ്ടിറ്റി ആണ്. നമ്മുടെ ടാർഗറ്റ് എത്രയാണ്, 60,000 ഉള്ളൂ. ഓക്കെ, 60,000 ആണ് നമ്മുടെ ടാർഗറ്റ്. നമ്മൾ 600 ക്വാണ്ടിറ്റി എടുത്തിട്ടാണ് ആ ഒരു 60,000 ടാർഗറ്റ് ഇവിടെ അച്ചീവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ജനുവരിയിൽ. സോ നിങ്ങൾക്ക് നോക്കാം, നമ്മൾ 3,60,000 ഏകദേശം 3,60,000 ആയിരുന്നു നമ്മൾ ആദ്യം ഡിസംബറിൽ ട്രേഡ് ചെയ്യുന്നത്. അതിൽ 525 ക്വാണ്ടിറ്റി വെച്ച് നമ്മൾ 4,20,000 ആയി. 4,20,000 ആയിട്ടാണ് നമ്മൾ 600 ക്വാണ്ടിറ്റി വെച്ച് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു 4,20,000 എന്ന് പറയുന്നത്, ഞാൻ ജസ്റ്റ് ഞാനൊന്ന് കാൽക്കുലേറ്ററിലിട്ടിട്ട് പറയാം എത്ര പെർസെൻറ്റേജ് ആണെന്നുള്ളത് നിങ്ങൾക്ക് പറയാം. കാരണം ഇനിഷ്യലി ഞാൻ പറഞ്ഞായിരുന്നു നമ്മൾ എത്രയായിരുന്നു എടുത്തു വരുന്നത്, എത്ര 30% അടുപ്പിച്ചാണ് നമ്മൾ പ്രോഫിറ്റ് എടുത്ത് വന്നത്. സോ ഇനിഷ്യലി ഉണ്ടായിരുന്ന നമ്മുടെ റിസ്ക് എന്ന് പറയുന്നത് ഏകദേശം ഹെവിയാണ്. ഓക്കെ, സോ 4,60,000ൻ്റെ 60% എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് പറയാം. ഓക്കെ, സോ നമ്മൾ ഏകദേശം 15% അടുപ്പിച്ച് റിട്ടേൺ നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ. നമ്മൾ ആദ്യം എത്രയായിരുന്നു പ്രതീക്ഷിച്ചത്, ആദ്യം നമ്മൾ 30%, 35% ഒക്കെ റിട്ടേൺ എടുത്തുകൊണ്ടിരുന്ന നമ്മൾ മുന്നോട്ട് പോകുന്നതോടെ നമ്മളിവിടെ എത്രയാണ് റിട്ടേൺസ് വന്നത്, 15% ആയി. 13% നമ്മുടെ റിട്ടേൺസ് കുറഞ്ഞ് 15% ആയി. സോ നമ്മുടെ റിസ്ക് നമ്മൾ അതിനനുസരിച്ച് എമൗണ്ട് കൂടുന്നതോറും നമ്മൾ റിസ്കിനെ കുറച്ച് കൊണ്ടുവരാം. സോ ഇനിഷ്യലി നമുക്ക് ഈ ഒരു ജനുവരി വരെ എത്താൻ വളരെ ബുദ്ധിമുട്ടാണ്, പറ്റാതിരിക്കാം. സോ 100% പോസിബിൾ അല്ല, ഒരു ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നു. ബട്ട് റിസ്ക് കൺട്രോൾഡ് ആയിട്ടാണല്ലോ ട്രൈ ചെയ്യുന്നത്, പ്രോഫിറ്റിൽ നിന്നാണല്ലോ റിസ്ക് എടുക്കുന്നത്. സോ അതുകൊണ്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. സോ അങ്ങനെ നമ്മളിവിടെ തൊട്ട് നമ്മൾ എന്തായി, റിസ്ക് കുറച്ച് തുടങ്ങി. ഓക്കെ, ജനുവരി തൊട്ട് റിസ്ക് കുറച്ച് തുടങ്ങി. നമ്മൾ ക്യാപിറ്റൽ കൂടുന്തോറും നമ്മൾ എന്താ ചെയ്യുന്നത്, ഇവിടെ 60,000 4,20,000 വെച്ച് 60 ഉണ്ടാക്കുന്നെങ്കിലും 4,90,000 വെച്ച് നമ്മൾ എത്ര 750 ക്വാണ്ടിറ്റി എടുത്ത് 80,000 ഉണ്ടാക്കുന്നുള്ളൂ. ഓക്കെ, സോ ഗ്രാജുവലി നമ്മൾ റിസ്ക് കുറച്ചാണ് വരുന്നത്. സോ ഇവിടെ എല്ലാം നിങ്ങൾക്ക് നോക്കാം. നമ്മൾ 13 lakhs അക്കൗണ്ട് 13 lakhs ഫണ്ട് നമുക്കിപ്പോൾ 11,20,000 ആവുന്ന സമയത്ത് നമ്മുടെ പ്രോഫിറ്റ് എത്രയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, ഏകദേശം 1,40,000. സോ 12%, 11% ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 30% ആയിരുന്നു, 30% നമ്മൾ ആദ്യം പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ അവിടെ നിന്ന് കുറഞ്ഞ് അതൊരു 10%ലോട്ട് ഗ്രാജുവലി 10 to 11%ലോട്ട് വരും. ഓക്കെ, സോ ഈ ഒരു സിസ്റ്റം നിങ്ങൾ ഇനിഷ്യലി ചെയ്യുന്ന ഈ ഒരു സിസ്റ്റം നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് ഇത് വളരെ ഈസിയാണ്. ഇവിടെ എത്താനായിട്ട് ഒരു പാടുമില്ല, നിങ്ങൾക്ക് ഈസി ആയിട്ട് എത്താൻ പറ്റും. ബട്ട് ആദ്യത്തെ ഒരു 8 to 9 months ഹാർഡാണ്. ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യാനായിട്ട് നിങ്ങൾ എടുത്തിട്ട് നിങ്ങൾ സക്സസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് ഇത് കോമ്പൗണ്ട് ചെയ്ത് പോകാൻ പറ്റും. ഈസി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു അഡ്വാൻറ്റേജ്, നമ്മൾ ക്യാപിറ്റൽ ഒരുപാട് ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ അത്രയും സൈക്കോളജിക്കൽ ഇമ്പാക്ട് വരത്തില്ല. പ്രോഫിറ്റിൽ നിന്നാണ് നമ്മൾ ചെയ്ത് പോകുന്നത്. രണ്ടാമത് നമ്മൾ വിഡ്രോ ചെയ്യുന്നില്ല, ഇതൊരു എമൗണ്ട് ആയിട്ട് ആഡ് ചെയ്ത് പോകുന്നു. നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി എടുക്കുന്നില്ല. സൈക്കോളജിക്കലി പൈസയ്ക്ക് വേണ്ടി ട്രേഡ് ചെയ്യുന്ന ഒരു രീതി മാറും, ഒരു പ്രോസസ്സിലോട്ട് പോകും. പിന്നെ നിങ്ങൾ P&L നോക്കാതെയാണ് ചെയ്തു വരുന്നെങ്കിൽ നിങ്ങളുടെ ടാർഗറ്റ് 100 points അല്ലെങ്കിൽ 110 points അടുപ്പിച്ച് മന്ത്ലി ജനറേറ്റ് ചെയ്താൽ മതി എന്നുള്ളൊരു രീതിയിൽ നിങ്ങൾ സൈക്കോളജിക്കൽ ആയിട്ട് ഒരുപാട് അഫക്ട് ചെയ്താൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്ത് പോകാൻ പറ്റും. സോ ഇതാണ് എൻ്റെ ഒരു സിസ്റ്റം. ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഇൻസ്റ്റയിൽ കമന്റിൽ ചോദിക്കാം, അല്ലെങ്കിൽ എങ്ങനെയാണെന്നുള്ള എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതൊരു പ്രാക്ടിക്കൽ രീതിയാണോ എന്ന് ചോദിച്ചാൽ പ്രാക്ടിക്കലി ചെയ്തെടുക്കാൻ പറ്റും. അതാണ് ഞാൻ ഈ പറഞ്ഞത്. ഒരുപാട് റോക്കറ്റ് സയൻസ് ഒന്നും ഇല്ലാതെ പ്ലെയിൻ ആയിട്ടാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. ബട്ട് ചെയ്തെടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഡിപ്പെൻസ് ഓൺ പീപ്പിൾ. ഒട്ടും എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റില്ല. ഗ്രാജുവലി നിങ്ങൾക്ക് സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുമായിരിക്കാം. സോ ജസ്റ്റ് എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യണമെന്ന് തോന്നി, അങ്ങനെ ജസ്റ്റ് ഇന്നിരുന്ന് ആലോചിച്ചപ്പോഴാണ് വന്നത്. മൺഡേ തൊട്ട് ഫോറക്സും കൂടെ ചെയ്ത് തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇതൊരു സൈഡിൽ കൂടെ ജസ്റ്റ് ഒരു ചെറിയ ചലഞ്ചായിട്ട് എടുത്ത് ചെയ്യാമെന്ന് പ്രതീക്ഷിക്കുന്നു. ബാക്കി വർക്കൗട്ട് ആവില്ല എന്നുള്ളത് നോക്കാം. ബട്ട് അതുപോലെ തന്നെ ഞാൻ ചലഞ്ചായിട്ട് ചെയ്തിട്ടും കാര്യമില്ലല്ലോ, എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് നിങ്ങളടുത്ത് എക്സ്പ്ലെയിൻ ചെയ്താലല്ലേ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുള്ളൂ. സോ അതുകൊണ്ട് ഏത് രീതിയിലാണ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ, സോ എല്ലാവരും ഈ സിസ്റ്റം മനസ്സിലാക്കാൻ പറ്റുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു ഗൈസ്, ബൈ.